നല്ല ഉച്ച സമയം, നല്ല വിശപ്പുമുണ്ട്. നല്ല മാന്തരം ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ഫിഷ് ബിരിയാണി. നിങ്ങൾ വരികയാണെങ്കിൽ നമുക്കിത് എല്ലാവർക്കും കൂടെ കഴിക്കാം. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എല്ലാവർക്കും ക്രേസി ഷെഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ബിജു മാത്യൂസ്. എല്ലാവരും സന്തോഷത്തോടും സുഖമായി ഇരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വിഭവം ഫിഷ് ബിരിയാണിയാണ്. ഞാൻ അതിനുവേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് ഐക്യൂറ അല്ലെങ്കിൽ നെയ്മീനാണ്, ചെറിയ ഐക്യൂറ. ഇനി എങ്ങനെയാണ് നമുക്ക് ഫിഷ് ബിരിയാണി ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ കാണാം. ആദ്യം തന്നെ വറുക്കാനുള്ള സാധനങ്ങളെല്ലാം വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പാനിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. വറുക്കാൻ ആവശ്യമായ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി ഇതിലേക്ക് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. കാഷ്യൂനട്ട് വറുത്ത് വരുമ്പോൾ നമുക്ക് കിസ്മിസ് ചേർക്കാം. കിസ്മിസും അണ്ടിപ്പരിപ്പും വറുത്തു, നമുക്കിത് വറുത്ത് പോരാം. സവാള വറുത്തെടുക്കണം. 3 സവാള ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കുറച്ചായിട്ട് വറുത്തെടുക്കാം. സവാള ഒന്ന് ഫ്രൈ ആവാൻ വേണ്ടി അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള നല്ല ബ്രൗൺ കളറിലേക്ക് വന്നു. നമുക്കിത് വറുത്ത് കോരാം. അധികം കരിയാൻ നിൽക്കരുത്. കരിയാന്ന് കഴിഞ്ഞാൽ ബിരിയാണിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ ഇതെല്ലാം നമുക്ക് വറുത്ത് കോരാം. ബാക്കിയുള്ള സവാള കൂടി നമുക്ക് വറുത്ത് കോരണം. എല്ലാ സവാളയും നല്ല ബ്രൗൺ കളറിൽ വന്നു. എല്ലാം നമുക്ക് വറുത്ത് കോരാം. സവാള എല്ലാം വറുത്ത് കോരി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. 1.5 ഇഞ്ച് നീളത്തിൽ ഇഞ്ചി എടുത്തിട്ടുണ്ട്. 4-5 വെളുത്തുള്ളി, വലിയ കഷ്ണം വെളുത്തുള്ളി, ചെറിയ 7 പച്ചമുളക്, ഇത്രയും നമുക്ക് ക്രഷ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇത് ഞാൻ ക്രഷ് ചെയ്ത് എടുത്തിട്ട് വരാം. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ഞാൻ ക്രഷ് ചെയ്ത് എടുത്തു. ഇത് നമുക്ക് കറി മസാലയ്ക്ക് ചേർക്കാനുള്ളതാണ്. പാത്രത്തിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉള്ളി സവാളയെല്ലാം വറുത്ത എണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. എണ്ണ ചൂടായി ഇതിലേക്ക് ഫൈൻ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, ഇതൊരു 2 സവാള വലുത് എടുത്തിട്ടുണ്ട്. ഈ സവാള നമുക്ക് ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴന്നു വരാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമുക്ക് ഫിഷ് ബിരിയാണിക്ക് വേണ്ട ഫിഷ് ഫ്രൈ ചെയ്യണം എങ്ങനെയാണെന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് തൊട്ട് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോയുടെ കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് അവിടെ നിന്നും ആ വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ ആ വീഡിയോ കൂടെ നിങ്ങൾ കാണുക. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു സവാള. ഏകദേശം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ ചേർക്കാം. ഒരിക്കലും ബിരിയാണിക്ക് മുളക് പൊടി യൂസ് ചെയ്യരുത്. പച്ചമുളക് കൊടുക്കുന്നതിനായിരിക്കും എപ്പോഴും ടേസ്റ്റ് കൂടുതൽ. വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കണം. ആ പച്ചമുളകിൻ്റെ ഇഞ്ചിയുടെയൊക്കെ പച്ചമണം ഒന്ന് പോകണം. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയെല്ലാം നന്നായിട്ട് വഴന്നു വന്നു. നമുക്ക് തീ കുറച്ചിടണം. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇനി പൊടികളുടെ പച്ചമണം പോകുന്നവരെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. മസാലയുടെ പച്ചമണം എല്ലാം പോയി. ഈ സമയത്ത് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 തക്കാളി, അതിൻ്റെ ഉള്ളിലെ കുരുവും കാമ്പും എല്ലാം കളഞ്ഞതാണ്. ഞാൻ എപ്പോഴും തക്കാളി യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കുരുവും കാമ്പും കളയും. ഈ സമയത്ത് നമുക്ക് തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം. അതുപോലെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഫിഷ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും നമ്മൾ തൈര് ചേർക്കരുത്. തൈര് അതിൻ്റെ സാലഡോ യൂസ് ചെയ്യരുത്. കാരണം ഫിഷും തൈരും എപ്പോഴും വിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതൊരു ഹെൽത്ത് ടിപ്പാണ്. നമ്മുടെ സ്കിന്നിലെല്ലാം വെളുത്ത പാടുകൾ വരാൻ ഫിഷ് കഴിച്ചപ്പോൾ തന്നെ തൈര് കഴിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫിഷിൻ്റെ കൂടെ തൈര് കഴിച്ചാൽ അതിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതും ഒരു ഹെൽത്ത് ടിപ്പാണ്. ഫിഷ് ബിരിയാണിയോ ഫിഷ് ഐറ്റംസ് കഴിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ തൈരോ പാലുൽപ്പന്നങ്ങളോ കഴിക്കാതിരിക്കുന്നതാണ് കുറച്ച് നേരത്തേക്ക് നല്ലത്. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് നന്നായിട്ട് അതിനകത്ത് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയില ചേർത്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന സവാള, ഇതിന് ബിസ്ത് എന്നാണ് പറയുന്നത്, ഈ ബിസ്തും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ബിരിയാണിക്ക് ദം ചെയ്യുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം ഒരു 2 സവാളയുടെ വറുത്ത് കോരിയത് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം നന്നായിട്ട് നമുക്ക് യോജിപ്പിച്ചെടുക്കണം. ഇതാണ് ഞാൻ വറുത്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഐക്യൂറ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു 2 എണ്ണം എടുക്കാം. മുറിഞ്ഞു പോയ 2 എണ്ണം ഉണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക്
ക്രഷ് ചെയ്യാം, മുള്ളെല്ലാം കളഞ്ഞെടുക്കണം. ഇത് നമുക്ക് കറി മാറ്റി വെക്കാം. അത് കറിയിലേക്ക് നമുക്ക് ചേർക്കാനുള്ളതാണ്. അങ്ങനെ ചെറിയ ക്രഷ് ചെയ്തതായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ബിരിയാണിക്ക് നല്ല ഫ്ലേവറും കിട്ടും, ടേസ്റ്റും അതനുസരിച്ച് വ്യത്യാസം വരും. വറുത്ത് വെച്ച ഫിഷിൽ ഒരെണ്ണം എടുത്തിട്ട് ഞാനിതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ക്രഷ് ചെയ്തെടുത്തു. അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ഫിഷ് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ മസാലയ്ക്ക് വരിക. ആ ഫിഷും കൂടെ ചേർന്നിട്ട് അതിൻ്റെ ആ ടേസ്റ്റും അതിൻ്റെ ആ മണവും കൂടെ ബിരിയാണിയുടെ മസാലയിലേക്ക് വരും. അപ്പോൾ നമുക്ക് അതും കൂടെ ചേർത്തൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഗ്രേവി വേണമെന്നുള്ളവർക്ക് ചൂടുവെള്ളം ചേർക്കാം. ഞാൻ ഡ്രൈ ആയിട്ടുള്ള ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ഒരിക്കലും തൈര് ചേർക്കാൻ നോക്കരുത് ഫിഷ് ബിരിയാണിയിൽ. മസാല ഇവിടെ റെഡിയാണ്. നമുക്ക് ഇതിലേക്ക് ഫിഷ് ചേർത്ത് കൊടുക്കാം. ഫിഷെല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തു. ഫിഷ് ഉടഞ്ഞു പോകാതെ നമുക്കിതൊന്ന് ആ മസാലയും ഫിഷും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫിഷ് ഉടഞ്ഞു പോകരുത്. ആ ഫിഷ് ഉടഞ്ഞു പോകാതെ നമ്മൾ മസാല അടിയിലും മുകളിലുമായിട്ട് നമ്മൾ ചെയ്തു. ഇനി ഈ പാത്രത്തിലേക്ക് തന്നെയാണ് നമ്മൾ ദം സെറ്റ് ചെയ്യുന്നത്. ബിരിയാണിയുടെ റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് 3 ഗ്ലാസ് അരിയാണ്, ജീരകശാല അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ 1.5 ഇരട്ടി, ഈ ഗ്ലാസ്സിന് 1.5 ഇരട്ടി 4.5 ഗ്ലാസ് വെള്ളം ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചൂടായി. ഇതിലേക്ക് നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. 1.5 ഇഞ്ച് നീളത്തിലുള്ള കറുവപ്പട്ട ചെറിയ കഷ്ണങ്ങളാക്കിയത്, കുറച്ച് ഗ്രാമ്പൂ, ഒരു 8-10 ഏലക്ക, ജാതിപത്രിയുടെ ചെറിയൊരു കഷ്ണം, 2 ബേ ലീവ്സ്. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് കഴുകി വാരി വെച്ചിരിക്കുന്ന അരി കൊടുക്കാം. ജീരകശാല അരിയാണ്, 3 ഗ്ലാസ്. ഈ അരി നന്നായിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഏകദേശം 6 പേർക്ക് കഴിക്കാൻ പാകത്തിനുള്ള ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അരി റോസ്റ്റ് ചെയ്യുന്നത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചെറിയ ബ്രൗൺ കളർ വരുന്നവരെ നമുക്കത് റോസ്റ്റ് ചെയ്തെടുക്കണം. അരി നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തു. നല്ല കരകരാന്നുള്ള ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ചേർക്കാം. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്. ബസ്മതി റൈസ് ആണെങ്കിൽ 2 ഗ്ലാസ് വെള്ളം വേണ്ടി വരും. ഇതിലേക്ക് 1/2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് എപ്പോഴും മുന്നിൽ നിൽക്കണം. ഇതിലേക്ക് 1/2 മുറി നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. തീ കുറച്ചിട്ടാം നമുക്കത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഏകദേശം 3-4 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിതൊന്ന് നോക്കാം. അരിയെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇച്ചും കൂടി വെള്ളമൊന്ന് വറ്റാനുണ്ട്. വീണ്ടും നമുക്ക് ആ വെള്ളം വറ്റുന്നവരെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം. 2-3 മിനിറ്റ് കഴിഞ്ഞു. ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഏകദേശം ഒരു 60% അരി വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ദം സെറ്റ് ചെയ്യാം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫിഷ് മസാലയിലേക്ക് നമുക്ക് ദം സെറ്റ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം, കുറച്ച് മല്ലിയില. ഇതിലേക്ക് ലെയറുകളായിട്ട് റൈസ് ചേർക്കണം. ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം, ബിസ്ത് ചേർത്ത് കൊടുക്കാം. നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ഫിഷ് വറുത്തത് അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഫിഷ് ബിരിയാണിക്ക് നമ്മൾ വേറെ എസൻസ് ഒന്നും ചേർക്കില്ല. കുറച്ച് കാഷ്യൂ നട്ട്സ് ഫ്രൈ ചെയ്ത് വെച്ചതാണ്. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉണക്കമുന്തിരി, കുറച്ച് ഗരം മസാല നമുക്ക് തൂവി കൊടുക്കണം, മല്ലിയില. വീണ്ടും നമുക്ക് റൈസ് വെച്ച് ലെയർ സെറ്റ് ചെയ്യാം. റൈസ് ചേർത്തു. ഇനി വീണ്ടും നെയ്യ് ചേർക്കാം. നമ്മൾ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണം. വീണ്ടും കുറച്ച് ഗരം മസാല സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ്, കുറച്ച് കാഷ്യൂ നട്ട്, ഉണക്കമുന്തിരി, ബിസ്ത് ചേർക്കാം, മല്ലിയില. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കിച്ചൺ ക്ലോത്ത് നമുക്കിതിൻ്റെ മുകളിൽ ഇടാം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ മുകളിൽ നിന്ന് നമുക്ക് തീ കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു നന്നായിട്ട് ഉണങ്ങിയ ഒരു കിച്ചൺ ക്ലോത്ത് വെച്ചിട്ട് ഇത് ക്ലോസ് ചെയ്യാം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിയിൽ നിന്ന് തീ കൊടുക്കുമ്പോൾ അതിൻ്റെ ആ വേപ്പർ വന്നിട്ട് നമ്മുടെ ബിരിയാണി വെന്ത് പോകാനുള്ള ആ വേപ്പർ താഴേക്ക് ചാടിയിട്ട് ഇതാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഒരു തുണി വെച്ചിട്ട് മൂടി കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ മുകളിൽ നിന്ന് തീ കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കവർ ചെയ്തിട്ട് നമ്മൾ പഴയൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. തീ സിം ഫ്ലെയിമിൽ ഇടുക. നമ്മൾ ഈ പാനിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ബിരിയാണി ദം സെറ്റ് ചെയ്യുന്നത് വെച്ച് കൊടുക്കുകയാണ്. ഈ ഒരു ചെറിയ തീയിൽ ഏകദേശം ഒരു 10 മിനിറ്റ് ദം ചെയ്തെടുക്കണം. ഏകദേശം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിതൊന്ന് നോക്കാം. നല്ല അടിപൊളി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. ഫിഷ് ഉടഞ്ഞു പോകാതെ നമുക്ക് ഈ മുകളിലെ റൈസ് എല്ലാം ഒന്ന് മാറ്റി വയ്ക്കാം. നമ്മുടെ ഫിഷ് ബിരിയാണി ഇവിടെ റെഡിയാണ്. നമുക്ക് ഇതൊരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ വളരെ എളുപ്പത്തിൽ ചെയ്തെടുത്ത ഫിഷ് ബിരിയാണി, ഐക്യൂറ ബിരിയാണി ഇവിടെ റെഡിയാണ്.
നിങ്ങൾ ഇത് വീടുകളിൽ ട്രൈ ചെയ്യുക. വളരെ എളുപ്പത്തിൽ നമ്മളിത് തയ്യാർ ചെയ്തെടുത്തു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഇതെല്ലാം കമൻറ്റുകളായിട്ട് ഞങ്ങളെ അറിയിക്കുക. വീണ്ടും വ്യത്യസ്തമായ നല്ലൊരു വിഭവമായി കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി.